സോ ബിഗ് ബോസ് തമിഴ് സീസൺ 8ന്റെ അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ 9ാമത്തെ ആഴ്ച കഴിഞ്ഞു. രണ്ടുപേർ ഇന്നലെ എവിക്ഷനിൽ സാച്ചനയും ആനന്ദിയും എവിക്റ്റായി പുറത്തേക്ക് പോയി. ഇനി 10ാമത്തെ ആഴ്ച തുടങ്ങുകയാണ്. അപ്പം 10ാമത്തെ ആഴ്ചയിൽ ആരൊക്കെയാണ് എവിക്ഷനിൽ വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ ആരാകും പുറത്തേക്ക് പോകാനുള്ള സാധ്യത എന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു 10ാമത്തെ ആഴ്ചയിൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത് തർഷിക, അതുപോലെ തന്നെ സൗന്ദര്യ, ജാക്ലിൻ, റയാൻ, പവിത്ര, അൻഷിത, വിശാൽ, അരുൺ, സത്യ, അങ്ങനെ മൊത്തം 9 പേരാണ് ഈ ഒരാഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത്. ഇതിൽ ഈ ഒരാഴ്ച നോമിനേഷനിൽ നിന്ന് ഒഴിവായി പോയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഏഞ്ചൽ വേഴ്സസ് ഡെവിൾസ് എന്ന ഒരു ടാസ്കിൽ നോമിനേഷൻ പ്രീ പാസ് കിട്ടിയ മഞ്ജരി നമുക്ക് ഈ ഒരു ആഴ്ച നോമിനേഷൻ ഇല്ല. അതുപോലെ തന്നെ മുത്തുകുമാറിനെ ആരും നോമിനേറ്റ് ചെയ്തിട്ടില്ല. ജെഫ്രി നോമിനേഷനിൽ ഇല്ല. അതുപോലെ തന്നെ റാണവും ഈ ഒരാഴ്ച നോമിനേഷൻ ഇല്ല. ബാക്കി 9 പേര് ആണ് ഈ ഒരാഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത്. ക്യാപ്റ്റനായ രഞ്ജിത്തും നോമിനേഷനിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. അപ്പം തർഷിക, സൗന്ദര്യ, ജാക്ലിൻ, റയാൻ, പവിത്ര, അൻഷിത, വിശാൽ, അരുൺ, സത്യ. നമുക്കിതിൽ അറിയാവുന്ന ഒരു കാര്യമാണ്, തമിഴ് ഓഡിയൻസിന്റെ നിലവിലെ ഒരു വോട്ടിംഗ് ട്രെൻഡ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ സൗന്ദര്യക്കൊക്കെ ലീഡിംഗ് വോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് കാണിച്ചിട്ടാണ്, എന്താണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണിക്കുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും അൺഒഫീഷ്യൽ പോളുകളുടെ ട്രെൻഡ് ഒക്കെ നോക്കിക്കഴിയുമ്പോൾ സൗന്ദര്യക്ക് ഈ ഒരു പ്രാവശ്യവും നല്ല വോട്ടിംഗ് ലീഡ് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ജാക്ലിൻ വോട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് വരും. ബാക്കി ആരുടെയും കാര്യം ഒരു ഉറപ്പ് പറയാൻ സാധിക്കത്തില്ല. അപ്പം ഒരു ഹോട്ട് സീറ്റിൽ ഈ ഒരാഴ്ച വരാൻ പോകുന്നത് എന്ന് പറയുമ്പം അൻഷിത വരാനുള്ള സാധ്യതകളുണ്ട്. അരുൺ, സത്യ, അതുപോലെ തന്നെ റയാൻ, തർഷികയ്ക്കായിരിക്കും കൂടുതൽ സാധ്യത എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പവിത്രയുടെ കാര്യവും അറിയത്തില്ല. മേ ബി ഒരു മീഡിയം റേഞ്ചിൽ നിന്നേക്കാം, ഒരു മിഡിൽ സെക്ഷനിൽ വോട്ടിങ്ങിൽ നിന്നേക്കാം. തർഷിക മിക്കവാറും ഈ ഒരാഴ്ച പോകാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ വീക്കിലും നല്ല വോട്ട് കുറവായിരുന്നു. അപ്പൊ ഈ ഒരു വീക്ക് എത്ര പെർഫോമൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് മുന്നോട്ട് പോകണോ വേണ്ടോ എന്നൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തർഷിക ഒരു ഡേഞ്ചറസ് സോൺ തന്നെ എന്ന് പറയാം. അതുപോലെ തന്നെ സത്യ, ഇവർ രണ്ടുപേരുമായിരിക്കും ഡേഞ്ചറസ് സോണിൽ വരുന്നത്. പിന്നീട് പുറകോട്ട് അരുണ്, വിശാല്, പവിത്ര, റയാൻ എന്നിവരൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. എന്നാണെങ്കിലും നമുക്ക് നോക്കാം ഈ ഒരു 10ാമത്തെ ആഴ്ച ആരായിരിക്കും പോകുന്നതെന്ന്. ഇപ്പൊ ബിഗ് ബോസ് തമിഴ് സീസൺ ഒക്കെ കാണുന്നവരൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. ആരായിരിക്കും പോകുന്നത്, നിങ്ങൾ ആർക്കെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടോ, ആർക്കായിരിക്കും, ഇനി വോട്ട് ചെയ്യുന്നില്ല, പുറത്തേക്ക് പോകാൻ സാധ്യത ആർക്കാണെന്നുള്ളത് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, ഈ ഒരു ബിഗ് ബോസ് സീസൺ 8ന്റെ 10ാം ആഴ്ചയിൽ വീക്ക്ലി ടാസ്ക് ആയിട്ട് സെർവന്റ് ആൻഡ് ബോസ് എന്നൊരു ടാസ്ക് ആയിരിക്കും വരാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇൽ നിന്നോ നാളെയോ ആയിരിക്കും തുടങ്ങുന്നത്. നമുക്ക് നോക്കാം. ബിഗ് ബോസ് തമിഴിൽ അത് ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെയും ഒരു സീസണിലും അങ്ങനെ ഒരു ടാസ്ക് തമിഴ് സീസണിൽ സെർവന്റ് ആൻഡ് ബോസ് എന്നൊരു ടാസ്ക് കണ്ടിട്ടില്ല. അപ്പം ഈ ഒരു ടാസ്ക് എങ്ങനെ നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ്, സീസൺ 8ന്റെ കണ്ടസ്റ്റൻസ് കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എല്ലാ ടാസ്കും ഇതുവരെയുള്ളതെല്ലാം കുളവാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.